മെസ്സിയർ 104 സോംബ്രെറോ ഗാലക്സിയുടെ വിസ്മയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്രജ്ഞരെയും ജ്യോതിശാസ്ത്ര പ്രേമികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഗാലക്സി മാസ്റ്റർപീസാണ് സോംബ്രെറോ ഗാലക്സി അഥവാ മെസ്സിയർ 104. നക്ഷത്ര ജനസംഖ്യയെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന ഗോളാകൃതിയിലുള്ള നക്ഷത്ര ക്ലസ്റ്ററുകളുടെ സങ്കീർണമായ ഒരു സംവിധാനം ഇതിലുണ്ട്. ഇതിന്റെ കേന്ദ്രത്തിലുള്ള അതിബൃഹത്തായ തമോഗർത്തം ജ്യോതിശാസ്ത്രജ്ഞർക്ക് കൗതുകകരമാണ്. അതിന്റെ വ്യതിരിക്തമായ ദൃശ്യ സവിശേഷതകളും ആപേക്ഷികമായ തിളക്കവും കാരണം അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞരുടെ പ്രിയപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണിത്. മെസ്സിയർ 104 അഥവാ സോംബ്രെറോ ഗാലക്സി ഇന്ന് രാത്രി ആകാശത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗാലക്സികളിലൊന്നാണ്. മെസ്സിയർ 104 ഭൂമിയിൽ നിന്ന് ഏകദേശം 30 ദശലക്ഷം പ്രകാശവർഷം അകലെ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. 50,000 പ്രകാശവർഷം വ്യാസമുള്ള ഈ ഗാലക്സി വിർഗോ ഗാലക്സി ക്ലസ്റ്ററിലെ ഏറ്റവും വലിയ ഒബ്ജക്റ്റുകളിൽ ഒന്നാണ്. ഈ അടുത്ത കാലത്ത് ഡാർക്ക് എനർജി ക്യാമറ അഥവാ DCAM ഉപയോഗിച്ച് പകർത്തിയ ചിത്രത്തിൽ സോംബ്രെറോ ഗാലക്സിയുടെ വിപുലമായ ഹാലോ, മങ്ങിയ നക്ഷത്ര സ്ട്രീം എന്നിവ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. US നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ വിക്ടർ എം. ബ്ലാങ്കോ 4 മീറ്റർ ദൂരദർശിനിയിൽ ഘടിപ്പിച്ച 570 മെഗാപിക്സൽ DCAM ആണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. ഗാലക്സിയുടെ ശ്രദ്ധേയമായ വിപുലമായ പ്രകാശിക്കുന്ന ഹാലോയും തെക്ക് ഭാഗത്തേക്ക് നീളുന്ന ഒരു നക്ഷത്ര സ്ട്രീമും അതിലോലമായ വിശദാംശങ്ങളോടെ ഈ ചിത്രത്തിൽ പകർത്തിയിരിക്കുന്നു. സോംബ്രെറോ ഗാലക്സിയുടെ രൂപം ഒരു പ്രത്യേക മെക്സിക്കൻ തൊപ്പിയുമായി സാമ്യമുള്ളതിനാലാണ് അതിനാ പേര് ലഭിച്ചത്. ഗാലക്സിയുടെ കേന്ദ്രത്തിൽ തിളക്കമുള്ള ഒരു ന്യൂക്ലിയസുണ്ട്. അതിനു ചുറ്റും ഏകദേശം 2000 ഗോളാകൃതിയിലുള്ള നക്ഷത്ര ക്ലസ്റ്ററുകളുടെ ഒരു കൂട്ടം വലയം ചെയ്തിരിക്കുന്നു. സോംബ്രെറോ തൊപ്പിയുടെ ഉയർന്ന കിരീടത്തോടും വിസ്തൃതമായ അരികുകളോടും സാമ്യമുള്ള കേന്ദ്രഭാഗവും ഇരുണ്ട പൊടിപടലത്തിന്റെ പാളിയുമാണ് ഈ പേരിന് കാരണം. തണുത്ത പൊടിപടലത്തിന്റെയും ഹൈഡ്രജൻ വാതകത്തിന്റെയും നേർത്ത ഇരുണ്ട പാളി ഡിസ്കിന്റെ ചുറ്റളവിലുണ്ട്. ഇവിടെയാണ് ഗാലക്സിയുടെ നക്ഷത്ര രൂപീകരണം കൂടുതലും നടക്കുന്നത്. മെസ്സിയർ 104ന്റെ കണ്ടെത്തൽ നിരവധി പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞരുടെ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1781ൽ ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനും ധൂമകേതു വേട്ടക്കാരനുമായ പിയറി മെച്ചേനാണ് ഇതാദ്യമായി കണ്ടെത്തിയത്. ചാൾസ് മെസ്സിയർ തന്റെ വ്യക്തിഗത കാറ്റലോഗിൽ ഇത് കൈകൊണ്ട് എഴുതി ചേർത്തിരുന്നു. എങ്കിലും യഥാർത്ഥ പ്രസിദ്ധീകരണത്തിൽ ഇതുൾപ്പെടുത്തിയില്ല. 1784ൽ വില്യം ഹെർഷലും സ്വതന്ത്രമായി ഈ ഗാലക്സിയെ കണ്ടെത്തി അതിനെ HI.43 എന്ന് നാമകരണം ചെയ്തു. ഈ രണ്ട് സ്വതന്ത്ര കണ്ടെത്തലുകളും ഒരേ വസ്തുവാണെന്ന് കാമിൽ ഫ്ലമാരിയോൺ പിന്നീട് സ്ഥിരീകരിച്ചതോടെ 1921ൽ മെസ്സിയർ 104 മെസ്സിയർ കാറ്റലോഗിൽ ഔദ്യോഗികമായി സ്ഥാനം നേടി. അതിന്റെ ആകർഷകമായ ദൃശ്യസവിശേഷതകൾ കാരണം അമേച്വർ ജ്യോതിശാസ്ത്രജ്ഞർക്കിടയിൽ മെസ്സിയർ 104 വളരെ ജനപ്രിയമാണ്. ഈ വിസ്മയ കാഴ്ചകളോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി.